ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ന്യൂയോർക്കിലാണ്. ഇന്നലെ ആക്ച്വലി നമ്മൾ വന്നത്. അപ്പോൾ നമ്മളിങ്ങോട്ട് ഡ്രൈവ് ചെയ്താണ് വന്നത്. അപ്പോൾ ഇന്നലത്തെ തിരക്കും പിന്നെ ക്ഷീണവും എല്ലാം കാരണം നമുക്ക് ഇന്നലെ വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ സെക്കൻഡ് ഡേ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാണ്. ആക്ച്വലി നമ്മൾ ഇവിടെ ഹോളിഡേ ഇന്നിലാണ് സ്റ്റേ ചെയ്യുന്നത്, ന്യൂ ജേഴ്സിയിൽ. ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് നമ്മൾ പോകുന്ന ഫസ്റ്റ് സ്ഥലത്ത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഏതാണ് സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അപ്പോൾ അതും കൂടെ എല്ലാം കാണിച്ചു തരാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പം പൂള് ചുമ്മാ വന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല പൂളാണ്, നല്ല ഏരിയ, നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. ഞങ്ങളിപ്പം ന്യൂയോർക്കൊക്കെ പോവാം. ഞങ്ങൾ എന്നിട്ട് തിരിച്ച് പൂളിലോട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതാണ് പൂൾ ഏരിയ. നമ്മളിപ്പോൾ സമ്മിറ്റിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഓൺലൈൻ നേരത്തെ ടിക്കറ്റ് എടുത്തായിരുന്നു. പെർ ഹെഡ് അവർക്ക് 3 ടിക്കറ്റ് റേറ്റ്സാണ് വരുന്നത്. ഒന്ന് റെഗുലർ അഡ്മിഷൻ ടിക്കറ്റ്, പിന്നെ രണ്ടാമത്തെ ഒരു സ്പെഷ്യൽ കോക്ടെയിൽ വരും അതിൻ്റെ കൂട്ടത്തിൽ. മൂന്നാമത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഗ്ലാസ് എലിവേറ്റർ ഉണ്ട്, അതും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് മൂന്നാമത്തെ ടിക്കറ്റ് വരുന്നത്. ഓൺലൈൻ നേരത്തെ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, കാരണം നമ്മുടെ ഡേറ്റ് ഒന്ന് മാറ്റിയെടുക്കാൻ നോക്കിയപ്പോൾ നമുക്ക് പിന്നെ റീബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു. അപ്പം നേരത്തെ ടിക്കറ്റ് എടുത്തിട്ട് വരുന്നതാണ് നല്ലത്. പിന്നെ നമ്മളാണെങ്കിൽ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് എവിടെ അക്കോമഡേഷൻ ബുക്ക് ചെയ്യണം അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ന്യൂയോർക്ക് എടുത്തപ്പോഴത്തേക്കും കുറച്ച് എക്സ്പെൻസീവ് സൈഡായിരുന്നു. അപ്പോൾ നമ്മൾ ഓർത്ത് കുഴപ്പമില്ല, കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാമെന്ന് പറഞ്ഞ് ന്യൂ ജേഴ്സിയിൽ, അതായത് ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും ന്യൂയോർക്ക് തന്നെ സിറ്റിയിൽ എവിടെയെങ്കിലും ഒരിടത്ത് അക്കോമഡേഷൻ എടുത്താൽ മതിയായിരുന്നെന്ന് തോന്നുന്നുണ്ട്. കാരണം പാർക്കിങ്ങും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന എല്ലാം കൂടി നമുക്ക് നല്ല ട്രാഫിക്കാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നി. ഇപ്പം ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ എവിടെയെങ്കിലും എടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്കിവിടെ ഇപ്പോൾ പോയതെല്ലാം നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളായിരുന്നു. അപ്പം ഇന്നും കൂടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ട് അത് നല്ലൊരു ഐഡിയ ആയിരിക്കും ഇല്ലയോ എന്നുള്ളത് പറഞ്ഞു.
ആൻഡ് ഇത് നമ്മളിപ്പോൾ ഉള്ള ബിൽഡിങ്ങിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ അവരവിടെ ചെയ്തു വെച്ചേക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഫ്ലോറിലോട്ട് നമ്മൾ വന്നപ്പോൾ ഈ സ്ക്രീൻ എന്താണെന്ന് ആക്ച്വലി നമുക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെയാണ് അവർ നമുക്ക് പറഞ്ഞു തന്നെ നമ്മളൊരു 20 to 30 seconds ഈ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഫേസും അതുപോലെ ഈ ക്ലൗഡ്സിൽ കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ എലിവേറ്റർ എടുത്ത് മേളത്തെ ഫ്ലോറിലോട്ട് വന്നപ്പം ഇവിടെയായിരുന്നു ഞങ്ങൾ ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്കിനും കോക്ടെയിലും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടിക്കറ്റാണ് എടുത്തത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കോക്ടെയിൽ കളക്ട് ചെയ്തു. പിന്നെ വി എൻജോയ്ഡ് അവർ കോക്ടെയിൽ വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ വ്യൂ. നമ്മളിപ്പോൾ കഴിഞ്ഞ് പുറത്തിറങ്ങി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യണം. എസ്പെഷ്യലി ആ ബോൾ റൂം ഭയങ്കര രസമായിരുന്നു. നമ്മളിനി 3:30 സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോകാൻ വേണ്ടി ക്രൂസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് പോവാം.
സമ്മിറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെയാണ് നമുക്ക് ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഒന്ന് റൂമിൽ പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്ക് പോയത്. അപ്പം അതുപോലെ ഞങ്ങൾ ഇവിടെയും ലേറ്റ് ആയിരുന്നു കഴിച്ചത്. എല്ലാ ട്രിപ്പിനും പോയാൽ എവിടെ സമയത്ത് എത്തേണ്ടതാണ്, സമയത്ത് എത്തൂല. അതുകൊണ്ട് ഞങ്ങൾ ബോട്ട് പോയി. അത് നമ്മൾ 2:30 എത്തിയിട്ട് അല്ല, നമ്മൾ 3 o'clock എത്തി. 3:30 ക്രൂസ്. അപ്പോൾ കുറച്ച് നേരം കാറിൽ ഇരുന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാറിൽ അരമണിക്കൂർ ഇരുന്നിട്ട്, അല്ല 25 മിനിറ്റ് വരെ ഇരുന്നിട്ട് 3:25 ആയപ്പോൾ ഇങ്ങോട്ട് നടന്നപ്പോൾ വാഷ്റൂമിലൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ലേറ്റ് ആക്കിപ്പിച്ചു. അങ്ങനെ ഞങ്ങളുടെ ക്രൂസ് പോയി. ഇനി 5:15 ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളിവിടെ പോസ്റ്റ് അടിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നേരം അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. വിശക്കുന്നു, വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ടയേർഡായി, നല്ല ഓട്ടം ഉണ്ടായിരുന്നു 2 ദിവസം. ശരിക്കും ടാൻ അടിച്ചല്ലേ? ടാൻ അടിച്ച്. നല്ല വെയിലുണ്ട് ഇവിടെ, ക്ലൈമറ്റ് നല്ല വെയിലുണ്ട്. അപ്പോൾ ടാൻ അടിച്ചു. ഇനി സ്റ്റാച്യു ഓഫ് ലിബർട്ടി അവിടെ പോയിട്ടൂടെ വരുമ്പോഴത്തേക്കിനും കുറച്ച് ടാൻ ഉണ്ടാവും. നോക്കാം എന്താവും. അപ്പോൾ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് ഫ്ലൈറ്റ് കയറി കഴിയുമ്പോൾ നല്ല സുഖം ഉറക്കമായിരിക്കും. അതുകൊണ്ട് ഫ്ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ അറിയാൻ വലിയ ചാൻസ് ഇല്ല. അതുകൊണ്ട് നോക്കാം എന്താവും എന്നറിയില്ല. ഇനിയിപ്പോൾ 5:15 ആകണം. ഇപ്പോൾ സമയം എത്ര ആയിരിക്കും? ഇപ്പോൾ ഒരു 4:30 കഴിഞ്ഞു. 5:15 വരെ ഇവിടെ വെയിറ്റ് ചെയ്യണം. കുറേ നേരമായി കുറേ വീട് ഷോട്ടൊക്കെ ഭയങ്കര ഫിറ്റ്നസ് ഫീറ്റാണ്. ഇവിടെ ഞങ്ങൾ കുറേ നേരം ഇരിക്കുന്നത്. ഞങ്ങളിവിടെ ശരിക്കും പറഞ്ഞു ഇവിടെ വായി നോക്കി ഇരിക്കും. ബോറടിക്കുന്നൊന്നുമില്ല. കാരണം ഇവിടെ കുറച്ച് ഫിറ്റ്നസ് ഫ്രീക്സ് ഉണ്ട് ഇതിലെ കൂടെ നടക്കുന്നത്. അവർ ബോയ്സ് ഷർട്ട്ലെസ് ആയിട്ട് ഓടുന്നു, വായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഗേൾസ് ആണെങ്കിൽ കുറേ പേര് ഇവിടെ ജോഗിങ്ങിനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെ വായി നോക്കി അവരുടെ ബോഡി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. അങ്ങനെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വേൾഡ് ട്രേഡ് സെൻറ്റർ കാണാൻ വേണ്ടിയാണ്. ആക്ച്വലി നമ്മളിപ്പോൾ നേരെ നോക്കുന്ന വലിയ ബിൽഡിംഗ് ആണ് പുതിയ വേൾഡ് ട്രേഡ് സെൻറ്റർ. പഴയ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇരുന്ന സ്ഥലത്ത് ഇപ്പോൾ അവർ നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു മോണ്യുമെൻറ്റ് പോലെ ഉണ്ടാക്കിയേക്കുവാണ്. ഇതാണ് നോർത്ത് പോൾ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് സൗത്ത് പോളും ഉണ്ട്. ഇവിടെയാണ് പഴയ വേൾഡ് ട്രേഡ് സെൻറ്റർ ഉണ്ടായിരുന്നത്. അന്ന് 9/11 ഇൻസിഡൻറ്റിൽ മരിച്ച ആൾക്കാരുടെ പേരാണ് നമുക്കിവിടെ ഈ സൈഡിൽ കാണാൻ പറ്റുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ചാർജിംഗ് പൂളിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചും കാണാനാണ്. പിന്നെ ഫൈനലി നമ്മൾ ടൈം സ്ക്വയറിൽ പോയി.
ന്യൂയോർക്കിലെ നമ്മൾ ലാസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് നമ്മൾ കുറേ നേരം ടൈംസ് സ്ക്വയറിൽ സ്പെൻഡ് ചെയ്തു. അവിടെ കുറേ ഷോപ്പിലൊക്കെ കയറി നമുക്ക് നാട്ടിലോട്ട് പോകാനുള്ള കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ആക്ച്വലി ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് കുറേ ഇതിൻ്റെ ഇടയ്ക്കത്തെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് നമുക്ക് എയർപോർട്ടിൽ പോകേണ്ടത് കൊണ്ട് ഒത്തിരി വൈകിക്കാതെ നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിൽ പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് ചെക്ക് ഔട്ട് ചെയ്ത് വി വെൻറ്റ് സ്ട്രേറ്റ് ടു ദ എയർപോർട്ട്. എയർപോർട്ടിൽ പോകുന്ന വഴി ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് പോകുന്ന വഴിയും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കുട്ടി ന്യൂയോർക്ക് ട്രിപ്പ്. താങ്ക്സ് ഫോർ വാച്ചിങ്.